AC Learning, powered by Elegant Central Education and Research Center. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ പാഠം മൊത്തം അവസാനിപ്പിക്കുന്നുണ്ട്, എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബീറിൻ്റെ വാക്കുകളാണ്. കബീർ ആരാന്നറിയാമോ? കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രൊപ്പഗേറ്ററാണ് ആര്? കബീർ എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നത് നോർത്തേൺ ഇന്ത്യയിലാണ്. നോർത്തേൺ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇപ്പോൾ 15th സെഞ്ച്വറിയിൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ദ ഓൾമൈറ്റി ഈസ് നോൺ ബൈ നെയിംസ്. Many names like Allah, Ram, Kareem, Keshav, Hari, Hazrat are in the bangles and rings nothing but forms of gold. Variety lies in names, we call them. അതായത് എന്താ പറയുന്നത്? അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് കുറേ വിളിപ്പേരുകളുണ്ടായി. കുറേ വിളിപ്പേരുകളുണ്ട്. പൊന്നുരുക്കി പണിതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. അതായത് ഇതിൽ നിന്നും ഈ ഒരു അദ്ദേഹത്തിൻ്റെ കബീർ എഴുതിയിട്ട് ഈ ലൈൻസിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ മനസ്സിലായിട്ടുള്ളത്? അതായത് നമുക്ക് ദൈവത്തിൽ, അതായത് ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന് പല പേരുകളാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? ദൈവം എന്ന എല്ലാ മതങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആ ദൈവം എന്നത് ഒറ്റ സങ്കല്പമാണ്, പക്ഷേ വ്യത്യസ്ത പേരുകളാണ്. പേരുകളിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇതിൽ ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഉപയോഗിച്ച് ഒട്ടനവധി ആഭരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വർണം എന്ന കോമൺ പേരാണ്, സ്വർണമാണ്. എന്നാൽ സ്വർണം പല വളകളുടെ രൂപത്തിലേക്കോ മോതിരങ്ങളുടെ രൂപത്തിലേക്കോ അതിൻ്റെ ആകൃതിയിലും രൂപത്തിലൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവയ്ക്ക് വ്യത്യസ്തമായ പേരുകൾ കൊടുക്കുന്നുണ്ട്, വളകൾ, മോതിരങ്ങൾ എന്നിങ്ങനെ. അത് തന്നെയാണ് ഇതാണ് അതായത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് ദൈവം ഒന്നേ ഉള്ളൂ, എന്നാൽ ദൈവത്തിന് പല പേരുകളായിട്ടാണ് ഓരോ മതങ്ങളും വിളിക്കുന്നത്. ദൈവത്തിലേക്കുള്ള ഒരു സങ്കല്പമാണ് ദൈവം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും ഒരേ സങ്കല്പത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. പക്ഷേ വ്യത്യസ്ത പേരുകളിലാണ് ദൈവം അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വി കോൾ ദ സെയിം ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ഓൾ റിലീജിയൻസ് ലീഡ് ടു മാൻ ടു വൺ കൺസെപ്റ്റ് ഓഫ് ഗോഡ്, ബട്ട് ദേ ഡിഫർ ഇൻ ദർ നെയിംസ് ദേ ഗീവ് ഹിം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കബീർസ് കോൺട്രിബ്യൂഷൻ ടു ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിന് കബീർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കബീർസ് കോൺട്രിബ്യൂഷൻ ടു ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. വടക്കേ ഇന്ത്യയിൽ കബീറിൻ്റെ കോൺട്രിബ്യൂഷൻ, ഭക്തി മൂവ്മെൻറ്റിലുള്ള കബീറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കബീർ 15th സെഞ്ച്വറി ഭക്തി പോയിറ്റ് ഹു ലെഡ് ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. എന്താ അതിൽ പറയേണ്ടത്? അതായത് 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തെ നയിച്ച കവിയായിരുന്നു ആര്? കബീർ എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ കീർത്തനാസ് നോൺ ആസ് ദോഹാസ് he conveyed his ideas to the masses and worked for Hindu-Muslim unity, exhorting that all faith lead to God. അതായത് ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് തൻ്റെ ആശയങ്ങൾ എത്തിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളും ദൈവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഉദ്ബോധിപ്പിച്ചു. ഓക്കെ, he exhorted that all faith reach to God. He put forward the truth that God is one even though they known by different names, and that Hindus and Muslims are two poles of the same soil. അതായത് എന്നതിൽ വേണം, നമ്മൾ നേരത്തെ വായിച്ചില്ല, അദ്ദേഹത്തിൻ്റെ കബീറിൻ്റെ ലൈൻസ് വായിച്ചില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു ദൈവമേ ഉള്ളൂ, പക്ഷേ ഡിഫറെൻറ്റ് നെയിംസാണ്, അല്ലേ? എല്ലാ മതത്തിലും ദൈവം എന്ന് പറയുന്നത് ഒറ്റ സങ്കല്പത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്, അല്ലേ? അതായത് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുമ്പോഴും ദൈവം ഒന്നാണെന്ന സത്യം അദ്ദേഹം മുൻപോട്ട് വെച്ചു.
ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവക്ഷ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൈവമേ ഉള്ളൂ അല്ലേ, എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യത്യസ്ത പേരുകളാണ് അറിയപ്പെടുന്നതെങ്കിലും ദൈവം ഒന്നാണെന്നുള്ള സത്യം അദ്ദേഹം മുൻപോട്ട് വെച്ചു. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം പറഞ്ഞു. Okay. He argued that the caste system, untouchability, pujas, post-death rites, idol worship, etc. were meaningless, and he completely rejected all discrimination based on caste, religion, color, family, wealth. എന്താ അതിൽ പറയുന്നത്? അതായത് ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവയൊക്കെ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വിവേചനങ്ങളെയും അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. കബീർസ് മെയ്ഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. അതായത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം വളരെ ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത്. പീപ്പിളിന് അതിനെ പറ്റിയിട്ട് ഒരു ബോധം അദ്ദേഹം വരുത്തി. അന്ധവിശ്വാസങ്ങൾ വളരെ പൊട്ടയാണ് എന്നുള്ളത്, നല്ലതല്ല എന്നുള്ളത് അദ്ദേഹം അവിടെ ഉയർത്തി കാട്ടി. അതുപോലെ തന്നെ ഹി അപ്ഹെൽഡ് ഡിഗ്നിറ്റി ഓഫ് പ്രൊഫഷൻ. അതായത് അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം അടിച്ചമർത്തുകയും അതുപോലെ തന്നെ തൊഴിലിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇൻസ്പയർഡ് പീപ്പിൾ ടു തിങ്ക് ഫ്രീലി. അതായത് ജനങ്ങളെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇതാണ് കബീർ വടക്കേ ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ. ഓക്കെ. നെക്സ്റ്റ് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ? ഓർഗനൈസ് എ ഡിസ്കഷൻ. അതായത് ജനങ്ങൾക്കിടയിൽ സമചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ വേണ്ടിയിട്ട് കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്നാണ് ചോദിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സമചിന്തയും അതുപോലെ മതസൗഹാർദ്ദവും വളർത്താൻ വേണ്ടിയിട്ട് കബീറിൻ്റെ ആശയങ്ങൾ എന്തോരം സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കബീറിൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് എഴുതിയില്ലേ, അത് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ, ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അതൊന്ന് നോക്കി പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗുരുനാനാക്ക്, ലവ് ആൻഡ് ബ്രദർഹുഡ് എന്ന് പറയും. ഓക്കെ. അതായത് ഗുരുനാനാക്ക് സ്നേഹവും സാഹോദര്യവും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കഥയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ കഥയൊന്ന് വായിച്ച് നോക്കാം. വൺസ് ഗുരുനാനാക്ക് ആൻഡ് ബായ് മർദാന came to rest at Sachin Tak's inn. He had a habit of robbing those who stayed there. Knowing this, Guru Nanak did not want to rest for the night. Instead, they started singing Shabad, prayer songs composed by Guru Nanak. The recital meant it was unjust to lot others' wealth. Sachin Tak realized his mistake when he listened to the lyrics of the song. He begged Guru for forgiveness. Guru Nanak advised him to give back all the stolen wealth to the poor and to live honestly. Then on Sajjan began to live helping those who visited his inn. അതായത് എന്താ ഈ കഥയിൽ പറയുന്നത്? ഗുരുനാനാക്കും ബായ് മർദാനയും ഒരിക്കൽ സജ്ജൻ തഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തങ്ങിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധമായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി.
ഇതാണ് ആ ഒരു കഥ എന്ന് പറയുന്നത്. ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കഥ മനസ്സിലായില്ലേ? വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? എന്താണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ദ ഓണർ ഓഫ് ദി ഇൻ ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിങ് ദോസ് ഹു സ്റ്റേഡ് ദർ. അതായത് സത്രമുടമ അവിടെ തങ്ങുന്ന സഞ്ചാരികളെ കൊള്ളയടിക്കുന്ന രീതി പിന്തുടർന്നിരുന്നു. ഓക്കെ, ഹി ഹാഡ് നോ ഐഡിയ ദാറ്റ് ഇറ്റ് വാസ് റോങ് ടു പ്ലണ്ടർ അതർ പീപ്പിൾ വെൽത്ത്. അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് തെറ്റാണെന്ന ബോധ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഗുരുനാനക് വാസ് ഏബിൾ ടു inform him of the inn owner's wrongdoing through his prayer song. His prayer was more powerful than words of advice. അതായത് സത്രമുടമയുടെ തെറ്റായ നടപടി തൻ്റെ പ്രാർത്ഥനാ ഗാനത്തിലൂടെ അയാളെ അറിയിക്കാൻ ഗുരുനാനാക്കിന് കഴിഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ള ഉപദേശത്തെക്കാൾ ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഓക്കെ, ഗുരുനാനക് വാസ് ഏബിൾ ടു ഗൈഡ് ദ innkeeper who realized his mistake to the honest in life and help others. അതായത് തെറ്റ് തിരിച്ചറിഞ്ഞ് സത്രമുടമയ്ക്ക് ജീവിതത്തിൽ സത്യസന്ധത പുലർത്താനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള വഴി തെളിച്ചു കൊടുക്കാൻ ഗുരുനാനാക്കിന് സാധിച്ചു. ഇതാണ് കഥയിലെ ആശയം അല്ലേ? ഇതാണ് മനസ്സിലായിട്ടുള്ളത്. മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് adopted by Guru Nanak to propagate the ideas of religious tolerance and universal brotherhood. ഇപ്പം നമുക്ക് ഇത് മനസ്സിലായില്ലേ? അതായത് കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സത്രമുടമ കൊള്ളയടിക്കുന്ന അവിടെ വരുന്ന സഞ്ചാരികളെ കൊള്ളയടിക്കുന്ന രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. ഗുരുനാനക്ക് ഇത് മനസ്സിലാക്കിയ ഗുരുനാനക്ക് എന്ത് ചെയ്തു? അവരുടെ ഒരു പ്രാർത്ഥനഗാനുണ്ട്. അതായത് ഈ കൊള്ളയടിക്കരുത് എന്ന് പറയുന്ന അതിനോടുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥനക്കാരുണ്ട്, ഷബാദ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പാടിയിട്ട് അദ്ദേഹത്തെ ഇത് തെറ്റാണെന്നുള്ളത് ആ സത്രമുടമ ഉദ്ബോധിപ്പിച്ചു. അദ്ദേഹം ഈ തെറ്റാണെന്ന് തെറ്റ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ജീവിതത്തിലേക്ക് സത്യസന്ധത പുലർത്താനും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ അദ്ദേഹം തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതായത് മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് ഗുരു നാനക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗുരു നാനക് ഹു ലിവ്ഡ് ഇൻ 15th century. ഗുരു നാനക് 15ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഗുരു നാനക് അറ്റംപ്റ്റഡ് ടു ഹാർമണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. അതായത് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ വളരെയധികം യത്നിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആര്? ഗുരു നാനക്. ഗുരു നാനക് വാസ് അഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അതായത് മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ അദ്ദേഹം എതിർത്തിരുന്നു. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. ഏകദൈവ വിശ്വാസം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം അത് ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹി പ്രൊമോട്ടഡ് ദ ഐഡിയാസ് ഓഫ് ഈക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. അതായത് അദ്ദേഹം തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡോളട്രി, പിൽഗ്രിമേജ് എക്സെട്ര were rejected by him. അതായത് ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയ നടപടികളെ അദ്ദേഹം എതിർത്ത് പോന്നു. ഓക്കെ, എക്കണോമിക് ഇനീക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ് ആൻഡ് പീപ്പിൾ were encouraged to abstain from using intoxicants. അതായത് ലഹരി ഉപയോഗിക്കാൻ പാടില്ലെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകി. ഓക്കെ, ഹി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലംഘാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ where all class of people could eat together. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്ത ഗുരുനാനക് എല്ലാ ജനങ്ങൾക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ലംഘാർ എന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിച്ചു. ഓക്കെ, ഹി ട്രാവൽ
വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ തൻ്റെ ആശയങ്ങളും ചിന്തകളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കകത്തും പുറത്തും യാത്രകൾ നടത്തി. ഓക്കെ, ഇതാണ് ഗുരുനാനാക്ക് മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച മാർഗങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻറ്റ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. ഇതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മീരാബായ്, അക്ക മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ മീരാബായി, അക്ക മഹാദേവി എന്നിവരുടെ പങ്ക് എത്രത്തോളം എന്ന് വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മീരാബായിനെ കുറിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ്, മീരാബായി വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഹു മെയ്ഡ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ഭക്തി മൂവ്മെൻറ്റ്. മീരാബായി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഭക്തി മൂവ്മെൻറ്റിന് കുറേ അധികം സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഓക്കെ, ഷീ വാസ് രാജ്പട്ട് പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിറ്റൂർ, രാജസ്ഥാൻ. അതായത് മീരാബായി എന്ന ആള് രാജ്പട്ടിലെ പ്രിൻസസ്സാണ്, അവിടുത്തെ രാജകുമാരിയായിരുന്നു. രാജസ്ഥാനിലെ ചിറ്റൂരിലാണ് മീരാബായി ജീവിച്ചിരുന്നത്. ഷീ വാസ് പോയിറ്റസ് ആൻഡ് ഡിവോട്ടി ഓഫ് കൃഷ്ണ. അതായത് ഒരു കവിയത്രിയും അതുപോലെ തന്നെ കൃഷ്ണഭക്തയുമായിരുന്നു മീരാബായി. മീരാബായി കമ്പോസ്ഡ് മെനി ഡിവോഷണൽ സോങ്സ് ഇൻ പ്രൈസ് ഓഫ് കൃഷ്ണ ഇൻ ദ ഇന്ത്യൻ ട്രഡീഷൻ ഓഫ് കൃഷ്ണ ഭജനാസ്. അതായത് മീരാബായി എന്ത് ചെയ്തതാണ്? കുറേയധികം ഡിവോഷണൽ സോങ്സ്, കുറേയധികം ഭക്ത ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇൻ പ്രൈസ് ഓഫ് കൃഷ്ണ, അതായത് കൃഷ്ണയെ പ്രൈസ് ചെയ്തിട്ടുള്ള കുറേയധികം ഡിവോഷണൽ സോങ്സ് മീരാബായി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇന്ന് കൃഷ്ണ ഭജനാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, at a time when women were stunned from spiritual, social and religious field, Mirabai entered the male-dominated society by praising her favorite deity Krishna, and her writing helped to inspire many women. അതായത് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് എത്തിപ്പെടാത്ത കാലത്താണ് ഒട്ടനവധി കീർത്തനങ്ങൾ മീരാബായി രചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കീർത്തനങ്ങളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അവർ ഭക്തി പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നു. അതായത് സാമൂഹികവും ആത്മീയവും മതപരവുമായിട്ട് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ട ഒരു കാലത്താണ് മീരാബായി തൻ്റെ ഇഷ്ടദേവനായ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് അന്നത്തെ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലേക്ക് കടന്നു വന്നത്. മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിലേക്ക് മീരാബായി കടന്നു വന്നിട്ട് അതുപോലെ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെട്ട ആ കാലത്ത് ആത്മീയവും സാമൂഹികവും അതുപോലെ മതപരവുമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ആ കാലത്ത് ഇഷ്ടദേവനായ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കുറേയധികം കീർത്തനങ്ങൾ എഴുതുകയും തൻ്റെ രചനകൾ ഒട്ടനവധി സ്ത്രീകൾക്ക് പ്രചോദനമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതാണ് മീരാബായി ഭക്തി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള മീരാബായിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആളാണ് അക്ക മഹാദേവി എന്ന് പറയുന്നത്. അക്ക മഹാദേവി വാസ് എ പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റി ഇൻ വീരശൈവ മൂവ്മെൻറ്റ് ആൻഡ് ഷീ കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ഓഫ് വചന സാഹിത്യം. അതായത് അക്ക മഹാദേവി എന്ന് പറയുന്നത് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖയായ ഒരു വ്യക്തിത്വമായിരുന്നു. ഓക്കെ, അതായത് കന്നഡ സാഹിത്യത്തിൽ അവർ നൽകിയ സംഭാവനകൾ, ഈ അക്ക മഹാദേവി കന്നഡ സാഹിത്യത്തിൽ കുറേയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിനെയാണ് വചന സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മന്ത്രഗോപ്യ, യോഗാംഗ ത്രിവിധ് ആർ ഓൾസോ ഹെർ വർക്ക്സ്. അതായത് മന്ത്രഗോപ്യ, യോഗാംഗ ത്രിവിധ് എന്നിവയൊക്കെ അക്ക മഹാദേവി ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഓക്കെ, അക്ക മഹാദേവി ചെയ്തിട്ടുള്ള കൃതികളാണ്. ഓക്കെ, ദർ ഹോൾമാർക്ക് വാസ് അൺഡൈയിങ് ഡിവോഷൻ ടു ലോർഡ് ശിവ. അതായത് മീരാബായി എന്ന് പറയുന്ന ആളെന്താണ്?
കൃഷ്ണൻ്റെ കൃഷ്ണഭക്തിയാണ്. അതുപോലെ അക്ക മഹാദേവിയുടെ അടങ്ങാത്ത ഭക്തി ആരോടായിരുന്നു? ശിവനോടായിരുന്നു, ലോർഡ് ശിവ. ഓക്കെ, അക്ക മഹാദേവി വാസ് ദ ഫേസ് ഓഫ് വുമൺ എംപവർമെൻറ്റ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. അതായത് വീരശൈവ പ്രസ്ഥാനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുഖമായിരുന്നു അക്ക മഹാദേവി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പാക്ട്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഡിവോഷൻ ത്രൂ മ്യൂസിക് വാസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ദിസ് ലെഡ് ടു development of vernacular languages. The entry of lower caste people into the Bhakti movement paved the way for social change. It questioned caste system and Brahmanical hegemony, and concept of social equality began to emerge. The gender equality took shape as women got chance to participate in public discussions. It upheld the dignity of labor. അതായത് എന്താണ് പറയുന്നത്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതായത് സംഗീതത്തിലൂടെയുള്ള ഭക്തിയായിരുന്നു പ്രധാന പ്രത്യേകത. ഇത് പ്രാദേശിക ഭാഷകൾ കൂടുതൽ വികസിക്കുന്നതിനും ഉന്നതമായ ചിന്തകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും കാരണമായി. അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് സാമൂഹിക മാറ്റത്തിന് വഴിയൊരുക്കി. ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണ ആധിപത്യത്തെയും ചോദ്യം ചെയ്യുവാനും അതുപോലെ സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടുവാനും കാരണമായി. പൊതു ചർച്ചകളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും അവസരം ലഭിച്ചതോടെ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു. അധ്വാനം മഹത്തരമാണെന്ന സന്ദേശം മുന്നോട്ട് വയ്ക്കുവാൻ സാധിച്ചു. ഇതൊക്കെയാണ് ഭക്തി പ്രസ്ഥാനം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് സൂഫി മൂവ്മെൻറ്റ്. സൂഫി പ്രസ്ഥാനം എന്ന് പറയും. സൂഫി മൂവ്മെൻറ്റിൻ്റെ അവിടെ നമ്മൾ എന്താണ് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സംഭവ കഥയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജലാലുദ്ദീൻ ഖിൽജി, the Sultan of Delhi, revealed his desire to Amir Khusro to meet Sheikh Nizamuddin Auliya. The Sultan insisted that the meeting should be kept secret as Auliya would refuse to meet him if he comes to know about it. But Khusro told his to Auliya, who did not like to meet rulers, travelled far on the day of the visit. On reaching the Khana, the king could not see the sheikh and become angry with Khusro. "You were deceiving the Sultan, weren't you?" Khusro replied, "If I deceive the king, only my life in this world will end. But if I cheat my sheikh, I will lose the immortal afterlife too." അതായത് ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല, അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരത്തേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. "നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നില്ലേ?" ഖുസ്രു മറുപടി പറഞ്ഞു. "രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാവും എനിക്ക് നഷ്ടപ്പെടുക." ഇതൊരു ഒരു സംഭവ കഥയാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഔലിയ ഹാഡ് നോ മെറ്റീരിയൽ ഇൻട്രസ്റ്റ്. അതായത് ഭൗതികമായ താല്പര്യങ്ങളൊന്നും ഔലിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈവൻ ദ സുൽത്താൻ ട്രീറ്റഡ് ഹിം വിത്ത് റെസ്പെക്റ്റ്. അതായത് സുൽത്താൻ പോലും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വമാണ് കണ്ടിരുന്നത്. ഖുസ്രു കുഡിൻറ്റ് ഹൈഡ് എനിത്തിങ് ഫ്രം ഹിസ് ഷെയ്ഖ്. അതായത് ഖുസ്രുവിന് തൻ്റെ ഗുരുവിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ലോയാലിറ്റി
to his sheikh was more important to him than the king's punishment. അതായത് രാജാവിൻ്റെ ശിക്ഷയേക്കാൾ അദ്ദേഹത്തിന് പ്രധാനം തൻ്റെ ഗുരുവിനോടുള്ള സത്യസന്ധത ആയിരുന്നു. ഹി ബിലീവ് ദാറ്റ് ഇമ്മോർട്ടാലിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ദ ഡിവോഷൻ ടു ഷെയ്ഖ്. അതായത് ഗുരുവിനോടുള്ള ഭക്തിയിലൂടെ അനശ്വരത നേടാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതാണ് ആ കഥയിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അതായത് ഭൗതികമായ താല്പര്യങ്ങളൊന്നും ഔലിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. സുൽത്താൻ പോലും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വമാണ് കണ്ടിരുന്നത്. ഖുസ്രുവിന് തൻ്റെ ഗുരുവിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാജാവിൻ്റെ ശിഷ്യയേക്കാൾ അദ്ദേഹത്തിന് പ്രധാനം എന്തായിരുന്നു? തൻ്റെ ഗുരുവിനോടുള്ള സത്യസന്ധതയായിരുന്നു. ഗുരുവിനോടുള്ള ഭക്തിയിലൂടെ എന്താണ് കൈവരിക്കാൻ പറ്റുകയെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്? അനശ്വരത നേടാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓക്കെ, ഇതാണ് കഥയിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് സൂഫിസത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ദ വേ ഓഫ് ലൈഫ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഡിവോഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മെറ്റീരിയലിസം ആൻഡ് ലക്ഷറി. അതായത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തിന് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരായിരുന്നു ആര്? സൂഫികൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? അവർ സ്പിരിച്വാലിറ്റിയും ഡിവോഷനുമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അവരുടെ ലൈഫിൽ. എന്തിനേക്കാൾ? മെറ്റീരിയലിസത്തേക്കാളും ലക്ഷറിയേക്കാളും. ഓക്കെ, സൂഫീസ് കെയിം ഫ്രം സെൻട്രൽ ഏഷ്യ ഇൻ ദ 12th century ആൻഡ് സെറ്റിൽഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതായത് 12ാം നൂറ്റാണ്ടിൽ മധ്യ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് സൂഫികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് സെറ്റിൽ ചെയ്തു, അവിടെ താമസമാക്കി എന്നാണ് പറയുന്നത്. എമംഗ് ദ 12 സൂഫി സെക്ട്സ് നോൺ ആസ് സിൽസിലാസ് ആൻഡ് ചിഷ്ടി ആൻഡ് സുഹ്രവാഡി സിൽസിലാസ് റീച്ച്ഡ് ഇന്ത്യ. അതായത് സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളിലായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. 12 സൂഫി വിഭാഗങ്ങളിൽ സിൽസിലകൾ എന്നറിയപ്പെടുന്നതാണ് 12 സൂഫി വിഭാഗങ്ങളുണ്ട്. അതിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, they thought that selfless devotion brought them closer to God. അതായത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള മാർഗമായിട്ട് അവരെന്ത്? ഭക്തിയെ കണക്കാക്കി. ഭക്തിയാണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമെന്ന് അവർ മനസ്സിലാക്കി. ദ സൂഫി മാസ്റ്റർ വർ കോൾഡ് പിർ ഓർ ഷെയ്ഖ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വർ കോൾഡ് മുറിഡ്. അതായത് സൂഫി മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സൂഫിയുടെ ഗുരുവിനെ പറയുന്നതാണ് പിർ അഥവാ ഷെയ്ഖ്. അതിലത്തെ അനുയായികൾ അഥവാ ഫോളോവേഴ്സിനെ പറയുന്നതാണ് എന്ത്? മുറിഡ് എന്ന് പറയുന്നത്. ഖാനാസ് were the residence of the സൂഫീസ്. സൂഫീസ് താമസിക്കുന്ന സ്ഥലമാണ് എന്ത്? ഖാനാസ് എന്ന് പറയുന്നത്. ഖാനാസിലാണ് എന്ത്? സൂഫികൾ താമസിക്കുന്നത്. സൂഫികളുടെ താമസ സ്ഥലമാണ് ഖാൻഖ എന്നാണ് തോന്നുന്നു. ഖാൻഖ. സൂഫികളുടെ താമസ സ്ഥലമാണ് എന്ത്? ഖാൻഖ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. Their devotional songs were called ഖവാലീസ്. അതായത് അവരുടെ എന്താ പറയുക, ഡിവോഷണൽ സോങ്സിനെ, അതായത് അവരുടെ ഭക്ത കീർത്തനങ്ങളെ പറയുന്ന പേരാണെന്ത്? ഖവാലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സൂഫികൾ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണെന്ത്? ഖവാലികൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മേജർ സൂഫി മാസ്റ്റേഴ്സ്, ഇന്ത്യയിലെ മേജർ സൂഫി മാസ്റ്റേഴ്സും അതിൻ്റെ റീജിയൻസൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ പ്രധാന സൂഫി മാസ്റ്റേഴ്സും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഒക്കെയാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രാവർദി സിൽഹെറ്റ്. അതായത് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി സിൽഹെറ്റ് എന്ന പ്രദേശത്തായിരുന്നു. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിൽ, ഖ്വാജ മൊയിനുദ്ദീൻ
ചിസ്തി അജ്മീറിൽ. അതായത് സുഹ്രവർത്തി, ചിസ്തി എന്നീ 2 സിൽസിലകളുള്ള വിഭാഗത്തിൽപ്പെട്ട സൂഫികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ സിൽഹറ്റ്, ഡൽഹി, അജ്മീർ എന്ന പ്രദേശങ്ങളിലാണ് അവർ ഉണ്ടായിരുന്നത്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർത്തി, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി. ഓക്കെ, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. സൂഫി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്ലിപ്പ് ബുക്ക് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലിപ്പ് ബുക്ക് പോലത്തെ ഒരു ചെറിയൊരു, അതായത് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചില്ലേ സൂഫി പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, സൂഫിസം എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചില്ല. അത് വെച്ചിട്ട് അതിൻ്റെ ഓരോന്നും വെച്ചിട്ട് ഓരോ പേജിൽ ഓരോ ഇതുപോലത്തെ നോട്ടുകൾ എഴുതി വെച്ചിട്ട് അത് ഒരു ഫ്ലിപ്പ് ബുക്കാക്കി മാറ്റിയിട്ട് പഠിക്കുക. പ്രിപ്പയർ ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു മേക്ക് ഫ്ലിപ്പ് ബുക്ക് ഓൺ സൂഫി മൂവ്മെൻറ്റ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ഫ്ലിപ്പ് പേജ്. അതായത് അത് തന്നെയാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. സൂഫിസം എന്താണെന്നുള്ള ഒരു പോയിൻ്റായിട്ട് എഴുതിയിട്ടില്ല, ആ പോയിന്റുകളാണ് ഓരോ ഫ്ലിപ്പായിട്ട് പേജായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് എഴുതിയേക്കുക, അങ്ങനെ എഴുതിയിട്ട് തയ്യാറാക്കുക കേട്ടോ. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർനാക്കുലർ ലാംഗ്വേജസ്. അതായത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകരമാകുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം എത്രത്തോളം സഹായകമാണ് എന്ന് കണ്ടെത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. The most important activity of Bhakti movement was the attempt to approach God through കീർത്തനാസ് ആൻഡ് ലിറ്റററി പോയംസ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതി കീർത്തനങ്ങളിലൂടെയും അതുപോലെ സാഹിത്യകൃതികളിലൂടെയൊക്കെ ഈശ്വരനിലേക്ക് അടുക്കുന്നതിനുള്ള ശ്രമമായിരുന്നു. ഓക്കെ, since many people from the lower section of the society came as a part of the movement, the language was that of commoners. അതായത് സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്നു. The writings impacted to the commoners and spread innovations to the grassroots of society. അതായത് അവരുടെ രചനകളെല്ലാം തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനും നൂതന ആശയങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് വ്യാപരിപ്പിക്കുന്നതിനും കാരണമായി. Okay, then many literary works were composed in different languages during this period along with their translations. അതായത് വിവിധ ഭാഷകളിൽ ഒട്ടനവധി സാഹിത്യകൃതികൾ ഇക്കാലത്ത് രചിക്കപ്പെട്ടു, കൂടാതെ പല സാഹിത്യങ്ങളും വിവർത്തനം ചെയ്യപ്പെട്ടു. Then a new language Urdu emerged as a result of fusion of Persian and Hindi. This contributed cultural harmony of India. അതായത് വിവിധ സംസ്കാരങ്ങൾ, അതായത് വിവിധ ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയ ഭാഷകളൊക്കെ രൂപീകരിക്കപ്പെട്ടു. പേർഷ്യനും ഹിന്ദിയൊക്കെ ചേർന്നിട്ട് എന്തുണ്ടായത്, ഉറുദു ഭാഷ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് തന്നെ കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, at the same time these work conveyed messages of equality and free thinking to the society. അതായത് ഈ സമയത്ത് തന്നെ എന്താണ് ഈ കൃതികളെല്ലാം സമത്വത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയൊക്കെ സന്ദേശങ്ങളാണ് സമൂഹത്തിലേക്ക് പകർന്നു നൽകിയത്. ഓക്കെ, അതായത് ഭക്തിപ്രസ്ഥാനത്തിൽ ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ കീർത്തനങ്ങളും സാഹിത്യകൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അതായത് ഇത് താഴേക്കിടയിലുള്ള സമൂഹത്തിലേക്ക് തന്നെ കുറേയധികം ആളുകളിലേക്ക് ഇത് എത്തിയിരുന്നു. അപ്പോൾ അത് സാധാരണക്കാരൻ്റെ ഭാഷയിലൂടെയാണ് പ്രചരിച്ചിരുന്നത്. അപ്പോൾ ഒട്ടനവധി കൃതികളൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയും പേർഷ്യനൊക്കെ ചേർന്നിട്ട് ഉറുദു ഭാഷ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൃതികളൊക്കെ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യ ചിന്തയുടെയും സന്ദേശങ്ങളാണ് സമൂഹത്തിലേക്ക് പകർന്നു നൽകിയത്. ഓക്കെ, ഈ നെക്സ്റ്റ് മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ്. അതായത് പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളുടെയും പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. തമിഴിലേതാണ് 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ, ആഴ്വാർമാരും നായനാർമാരും. കന്നഡയിലേതാ വചനങ്ങളാണ്, രചയിതാവ് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമപ്രഭു. തെലുങ്കിലേതാ മഹാഭാരത വിവർത്തനം, നന്നയ്യ, തിക്കണ്ണ,
യരപ്രഭക യരപ്രഭഗത, ബംഗാളിലേതാ ഗീതാ ഗോവിന്ദം ജയദേവൻ, ഹിന്ദിയിൽ പത്മാവത് മാലിക് മുഹമ്മദ് ജൈസി. ഇതൊക്കെയാണ് കൃതികളും രചയിതാക്കളും, ഓരോ പ്രാദേശിക ഭാഷകളിലുണ്ടായ സാഹിത്യകൃതികളും അതിലെ രചയിതാക്കളും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ influence of Bhakti Sufi ideas. What were the changes happen in the society as a result of Bhakti Sufi movements? Observe the given illustration. അതായത് ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനമാണ്. അതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് അതിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം എത്രത്തോളം എന്താ പറയുക മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കൂടുതൽ ആശയങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാ കൊടുത്തിട്ടുള്ളത്? റിലീജിയസ് ടോളറൻസ് കൊടുത്തിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്. ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? മതസഹിഷ്ണുത, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കിനി കൂടുതൽ എന്തൊക്കെയാണുള്ളത്? ജെൻഡർ ഈക്വാലിറ്റി ചേർക്കാം, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ, ദ മെസ്സേജ് ഓഫ് സിമ്പിൾ ലൈഫ്, ഡെവലപ്മെൻറ്റ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്, ദ ഗ്ലോറി ഓഫ് ലേബർ, opposition to luxury and worldliness, the attitude of mutual brotherhood, religious tolerance, the awakening of literature, attitude against question imposed customs. അതായത് സാഹിത്യത്തിൻ്റെ ഉണർവ്, ലളിത ജീവിതം എന്ന സന്ദേശം, അതുപോലെ പ്രാദേശിക ഭാഷകളുടെ വികാസം, അധ്വാനത്തിൻ്റെ മഹത്വം, സാംസ്കാരിക സമന്വയം, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അതുപോലെ ആഡംബരത്തോടും ലൗകികതയോടുമുള്ള എന്താ പറയുക എതിർപ്പ്, പരസ്പര സാഹോദര്യം എന്ന മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട മനോഭാവങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, മതസഹിഷ്ണുത, സ്ത്രീ പുരുഷ ഭേദമന്യുള്ള തുല്യത, ലളിത ജീവിതം എന്ന സന്ദേശം, ഇതൊക്കെയാണ് ഇന്ന് ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം, സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നെക്സ്റ്റിൻ്റെ ആക്ടിവിറ്റീസാണ്, അതായത് തുടർ പ്രവർത്തനങ്ങൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഹൗ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ എമർജൻസി ഓഫ് എ സിൻക്രറ്റിക് കൾച്ചർ ഇൻ മോഡേൺ ഇന്ത്യ. അതായത് അതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്ന സമന്വയ സംസ്കാരം ഉടലെടുക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു എന്ന് ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് നമ്മൾ ഈ ക്ലാസ്സിലും അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും എന്താ പറയുക ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും ഒരു നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിയാസ് ആൻഡ് മെസ്സേജസ് ഓഫ് ബസവണ്ണ, പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് എ സ്കിറ്റ് ആൻഡ് ആഡ് സ്ക്രിപ്റ്റ് ടു ദ സ്കൂൾ വിക്കി. അതായത് ബസവണ്ണയുടെ ആശയങ്ങളും സന്ദേശങ്ങളും സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച് സ്ക്രിപ്റ്റ് സ്കൂൾ വിക്കിയിൽ ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ ബസവണ്ണയുടെ വ്യക്തി ജീവിതം ഉൾപ്പെടുത്താം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അനുഭവ മണ്ഡപം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താം. അതുപോലെ അദ്ദേഹം മുൻപോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം ലോകത്തിന് മുന്നിലേക്ക് വെച്ച സന്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബസവണ്ണയുടെ ആശയങ്ങളും സന്ദേശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻഡ് edition or a digital album with images and ideas of Bhakti Sufi propagators with the help of the map given below. അതായത് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭക്തി സൂഫി പ്രചാരകരുടെ ചിത്രങ്ങളും ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പതിപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്തി സൂഫി പ്രചാരകരുടെ പേര് ഞാൻ ജസ്റ്റ് വായിക്കാം, ഒന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ഡിജിറ്റൽ ആൽബം ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാം. ഇതൊക്കെയാണ് ഭക്തി സൂഫി പ്രചാരകർ. ഗുരുനാനാക്ക്, ലാൽ ദേദ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, സൂർദാസ്, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി, ശങ്കർ ദേവ, ദാദു ദയാൽ,
ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, ചൊക്കമേല, ചൈതന്യ മഹാപ്രഭു, രാമാനന്ദ, തുളസീദാസ്, കബീർദാസ്, വല്ലഭാചാര്യ, റായ്ദാസ്, മീരാബായ്, തുക്കാറാം, ഏകനാഥ്, ബസവണ്ണ, രാമാനുചാര്യ, അല്ലമപ്രഭു, അക്ക മഹാദേവി, കുലശേഖര ആഴ്വാർ. ഇതൊക്കെയാണ് ഭക്തി സൂഫി പ്രചാരകരെ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുതിയൊരു ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.